സ്നേഹമുള്ളവരെ, കുർബാന ഏകീകരണ പ്രശ്നവുമായി ബന്ധപ്പെട്ട് സീറോ മലബാർ സഭയിലെ എറണാകുളം അതിരൂപതയിലെ പ്രശ്നങ്ങളെ പെരുപ്പിച്ചുകൊണ്ട് നമ്മളെ തമ്മിലടിപ്പിക്കാനായിട്ട് ചില ചാനലുകൾ പ്രവർത്തിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു. ഒരു കാര്യം സീറോ മലബാർ സഭയിലുള്ളവർക്ക് മറ്റു സമുദായത്തിലെ വ്യക്തികളോട് പറയാനുള്ളത് ഇതാണ്: ഇത് ഞങ്ങൾ സഹോദരന്മാർ തമ്മിലുള്ള താത്വികമായ ചില തർക്കങ്ങളാണ്. അത് ഞങ്ങൾ തന്നെ തീർത്തോളാം. ബാഹ്യമായിട്ട് ആരുടെയും ഇടപെടൽ ഞങ്ങൾക്ക് ആവശ്യമില്ല. ഇത് വീടിനകത്ത് ചേട്ടനും അനിയനും പെങ്ങളും ഒക്കെ സംസാരിക്കുന്ന ഒരു സംഭവമായിട്ട് മാത്രം പൊതുസമൂഹം ഇതിനെ കണ്ടാൽ മതി എന്നാണ് എൻ്റെ അഭിപ്രായം. മാത്രമല്ല, മീഡിയ വൺ ചാനലിൽ ഇതിനെക്കുറിച്ചുള്ള ഒരു ചർച്ച കേൾക്കാനിടയായി. അത് ജനങ്ങളെ വളരെ വലിയ തെറ്റിദ്ധാരണയിലേക്ക് നയിക്കും. അവർ പറയുന്നത് കേട്ടാൽ അവതാരകനും ഒക്കെ പറയുന്നത് ഇങ്ങനെയാണ് അഭിപ്രായം പറയുന്നവർ. ഞാൻ ചിലരോട് ചോദിച്ചു, ആ ചിലരോട് ചോദിച്ചപ്പോൾ പറഞ്ഞ അഭിപ്രായമാണ് പറയുന്നത്. ഇതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ആരോടെങ്കിലും ചോദിച്ച് അതിൻ്റെ നിജസ്ഥിതി വേണം ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്യാൻ. മാത്രമല്ല, ഈ മുജാഹിദിനും സുന്നികളും തമ്മിലുള്ള വഴക്കിൻ്റെ അത്ര തീവ്രമായിട്ടുള്ള വഴക്കൊന്നും ഞങ്ങളുടെ ഇടയിലില്ല. ഇത് ആരാധനാക്രമത്തെ സംബന്ധിച്ച മറ്റു ചില കാര്യങ്ങളെ സംബന്ധിച്ച ചില ചെറിയ കാര്യങ്ങളാണ്. എനിക്ക് ആ ചർച്ചയിൽ ചില കാര്യങ്ങൾ വളരെ തെറ്റിദ്ധാരണ ജനകമാണെന്ന് തോന്നി. അതിലൊന്നാമത്തെ കാര്യം ഇതാണ്: സീറോ മലബാർ സഭ ആഗോള കത്തോലിക്ക സഭയിൽ നിന്ന് വേർപെട്ട് ഒരു സ്വതന്ത്ര സഭയായി മാറാനുള്ള ശ്രമത്തിൻ്റെ ആദിമ പടികൾ മാത്രമാണ് ഇപ്പോൾ ഈ സീറോ മലബാർ സിനഡ് എടുത്ത തീരുമാനങ്ങൾ എന്നാണ് അതിലൂടെ ധ്വനിപ്പിക്കുന്ന ഒരു കാര്യം. പ്രിയമുള്ളവരെ, നിങ്ങൾ മനസ്സിലാക്കണം, ഇത് വത്തിക്കാൻ തന്നെ ആവശ്യപ്പെട്ടിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ആരാധനാക്രമ പരിഷ്കരണം നടത്തുന്നത്. അത് 15-ാം ബെനഡിക്ട് മാർപ്പാപ്പയുടെ കാലത്ത് തന്നെ മിഷനെക്കുറിച്ച് എഴുതിയ കത്തിൽ മാർപ്പാപ്പ ഇങ്ങനെ സൂചിപ്പിക്കുന്നുണ്ട്. അതായത്, നിങ്ങൾ പോർച്ചുഗലിൽ നിന്നും സ്പെയിനിൽ നിന്നൊക്കെ പോകുന്നവർ നിങ്ങളുടെ സംസ്കാരം അവിടെയുള്ളിടത്ത് അടിച്ചേൽപ്പിക്കരുത്. അവിടുത്തെ തനിത സ്വഭാവം എന്താണോ, അവരുടെ സംസ്കാരം എന്താണോ, അവരുടെ ദേശീയത എന്താണോ, അതിനെ അംഗീകരിച്ചുകൊണ്ട് വേണം സുവിശേഷം പ്രഘോഷിക്കാൻ. അത് പ്രായോഗികമായിട്ട് നടപ്പിൽ വരുത്തുന്നതിൻ്റെ ഭാഗമാണ്. അല്ലാതെ ഇതൊരു സ്വതന്ത്ര സഭയായിട്ട് തിരിയുന്നതല്ല. അത് പൊതുസമൂഹം മനസ്സിലാക്കണം, അത് നമ്മുടെ വിശ്വാസികളും മനസ്സിലാക്കണം. ഇത് നടപ്പിലാക്കേണ്ടതിൻ്റെ ആവശ്യകത ആരുടേതാണ്? വത്തിക്കാൻ്റെ തന്നെയാണ്. ആഗോള സഭയുടെ ആവശ്യമാണ് ഇപ്പോൾ സിനഡ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് അതിൻ്റെ കാരണം? ഓരോ സഭകളും വളരേണ്ടത് അതിൻ്റെ പൈതൃകത്തിലാണ്, അതിൻ്റെ ആരാധനാ രീതിയിലാണ്, അതിൻ്റെ ഭരണക്രമത്തിലാണ്. രണ്ടാമതായി അതിലുന്നയിക്കുന്ന മറ്റൊരു പ്രശ്നം ഇതാണ്: എന്തിനാണ് ആഗോള സഭയിൽ നിന്ന് വേർപെട്ട് ഒരു സ്വതന്ത്ര സഭയായിട്ട് മാറുന്നത് എന്നതിൻ്റെ രാഷ്ട്രീയ കാരണം പറയുന്നത് കേൾക്കുമ്പോൾ ചിരിക്കാനാണ് തോന്നുന്നത്. എന്താണ് രാഷ്ട്രീയ കാരണം? അവർ പറയാണ്, ഏതോ ഒരു ഓർത്തഡോക്സ് ബിഷപ്പ് പറഞ്ഞു അത്രേ, അതായത് RSSനോടാണ് നമുക്ക് അനുകൂലം വേണ്ടത്, അതുകൊണ്ട് BJP ആണ് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത്, അതുകൊണ്ട് RSSൻ്റെ ഗൂഢാലോചനയുടെ ഫലമായി ആഗോള കത്തോലിക്ക സഭയിൽ നിന്ന് വേർപെട്ട് BJPയെ പിന്തുണയ്ക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമാണത്രേ ഈ സീറോ മലബാർ സിനഡിൻ്റെ കുർബാന ഏകീകരണ വിഷയം. ഇത് കേൾക്കുമ്പോൾ ചിരിക്കാനല്ലാതെ എന്താണ് തോന്നുക? കാരണം ഇത്തരത്തിൽ വിശുദ്ധ കുർബാനയോ സഭാജീവിതവുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത വ്യക്തികൾ ഇത്തരം വിഡ്ഢിത്തം പറഞ്ഞ് സഭയെ മറ്റുള്ളവരുടെ മുമ്പിൽ പരിഹാസപാത്രമാക്കുന്നതിൽ പിന്മാറണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. കാരണം ഞങ്ങൾ വിശ്വാസികൾക്ക് കൃത്യമായ ധാരണയുണ്ട്. ഞങ്ങളുടെ നേതാക്കൾ പറയുന്നത് പോലെ ഒരുമിച്ച് വോട്ട് കുത്തുന്ന ആളുകളൊന്നുമല്ല. അവർ പറയുന്ന ആ ദർശനവും ഞങ്ങൾ പറയുന്ന ദർശനവും യോജിച്ച് വരുമ്പോൾ മാത്രമാണ് സഭ ഒരു സംഘം എന്നുള്ള നിലയിൽ വോട്ട് ചെയ്യുക. അല്ലാതെ കണ്ണടച്ച് വിശ്വസിക്കുന്ന
തല്ലാൻ പറഞ്ഞാൽ തല്ലുകയും കൊല്ലാൻ പറഞ്ഞാൽ കൊല്ലുകയും ചെയ്യുന്ന ഒരു അനുയായി വൃന്ദം സീറോ മലബാർ സഭയ്ക്കില്ല എന്ന് തിരിച്ചറിയണം. മൂന്നാമത്തെ കാര്യം, അതാണ് ഏറെ വിചിത്രം. മീഡിയ വണ്ണാണ് ഇത് പറയുന്നതെന്ന് കേൾക്കുമ്പോൾ ഇതൊരു ലോക ഹാസ്യ മത്സരത്തിൽ വിടേണ്ട ഒരു കാര്യമാണ്. മൂന്നാമത്തെ കാര്യം ഇതാണ്, എന്തുകൊണ്ടാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്നത്? അപ്പോൾ ആ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആൾ പറയാണ്, എറണാകുളത്തെ കണ്ണായ സ്ഥലങ്ങളിലൊക്കെ കത്തോലിക്കാ സഭയ്ക്ക് ഭൂമികളുണ്ട്. ആ കണ്ണായ സ്ഥലത്തെ ഭൂമികളുടെ മേലുള്ള ആ സമ്പത്തിൻ്റെ മേലുള്ള ഒരു അധികാരത്തർക്കമാണത്രേ ഈ അധികാരത്തർക്കം. ഇത് കുറേ നാളായി കേൾക്കാൻ തുടങ്ങിയിട്ട്. കത്തോലിക്കാ സഭയ്ക്ക് കണ്ണായ സ്ഥലത്തൊക്കെ സ്ഥലങ്ങളുണ്ടത്രേ. അവരതിന് ചൂണ്ടിക്കാണിക്കുന്ന ഒരു സ്ഥലമാണ് ബാംഗ്ലൂർ ക്രൈസ്റ്റ് കോളേജ്, CMI സഭയുടെ. പ്രിയമുള്ളവരെ മനസ്സിലാക്കണം, ക്രൈസ്റ്റ് CMI സഭയുടെ അധികാരികൾ ആ സ്ഥലം വാങ്ങുമ്പോൾ അവിടെ കുറുക്കൻ പോലും പ്രവേശിക്കാത്ത ഒരു ചതുപ്പ് നിലമായിരുന്നു, ഒന്നിനും കൊള്ളാത്ത പ്രദേശമായിരുന്നു. അതിനെയാണ് അവർ വികസിപ്പിച്ചെടുത്തത്. ഇപ്പോൾ വില കൂടിയെന്ന് പറഞ്ഞ് അത് കണ്ണായ സ്ഥലമാണെന്നൊന്നും പറയല്ലേ. പിന്നെ മീഡിയ വണ്ണിൽ പ്രസംഗിക്കുന്നവർ ഒരു കാര്യം മനസ്സിലാക്കണം, ലോകത്തിൽ ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഭൂമിയുള്ളത് 1-ാം സ്ഥാനം ഇന്ത്യൻ റെയിൽവേക്കാണ്, 2-ാം സ്ഥാനം ഡിഫൻസിനാണ്, ഇന്ത്യൻ ഡിഫൻസിനാണ്, 3-ാം സ്ഥാനം വഖഫ് ബോർഡിനാണ്. അപ്പോൾ ഇന്ത്യയിൽ ലക്ഷോപലക്ഷം ഭൂമി ഇന്ത്യ രാജ്യത്തിൻ്റെ പ്രധാന കണ്ണായ സ്ഥലങ്ങളിലൊക്കെ കൈവശം വെച്ചിരിക്കുന്ന വഖഫ് ബോർഡിനെ നിയന്ത്രിക്കുന്ന ആളുകളാണ് പറയണേ, ഈ തുച്ഛമായിട്ടുള്ള ആളുകളുടെ കയ്യിൽ 50 സെൻറ്റ് 1 ഏക്കർ പള്ളിയുണ്ട്, കെട്ടിടമുണ്ട്, ഞങ്ങൾക്ക് കിട്ടുന്ന സ്ഥലങ്ങൾ മുഴുവൻ ഞങ്ങൾ കൃത്യമായിട്ട് ഉപയോഗിക്കുന്നു. അത് മാത്രമേ ഉള്ളൂ. ഒന്ന് നന്നായി പഠിച്ചു നോക്കൂ അവതാരക. അങ്ങനെ കോടാനുകോടി ഏക്കറുകൾ വരുന്ന സമ്പത്ത് സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിൽ തന്നെ അഭിപ്രായപ്രകാരം ഇപ്പോൾ 1,00,000 കോടി രൂപയുടെ ഭൂമി വഖഫ് ബോർഡിൻ്റെ കയ്യിലുണ്ട്. നിങ്ങളാണോ ഈ 2% വരുന്ന ക്രൈസ്തവർക്ക് 4-5 നല്ല ഭംഗിയുള്ള കെട്ടിടമുണ്ടെന്ന് പറഞ്ഞ് ഈ കേരളത്തിലെ കണ്ണായ സ്ഥലത്തൊക്കെ ഭൂമി ഞങ്ങൾക്കുണ്ടെന്ന് പറയുന്നത്? ഇത് ഞങ്ങളുടെ സീറോ മലബാർ സഭയുടെ കൈവശമുള്ള ഭൂമിയിൽ 99% വിശ്വാസികളുടെ ചെറിയ ചെറിയ സംഭാവനകൾ കൊണ്ട് രൂപപ്പെടുത്തിയെടുത്തതാണ്. തീർച്ചയായിട്ടും ഞങ്ങൾ നിഷേധിക്കുന്നില്ല, ഇത്തരം കാര്യങ്ങളിൽ ഇന്ത്യയിലെ രാജാക്കന്മാർ ചില സംഭാവനകൾ നൽകിയിട്ടുണ്ട്. എന്നാൽ തിരിച്ചറിയണം, ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് ഞങ്ങൾക്ക് എതിർപ്പുകളാണുണ്ടായത്. എന്തുകൊണ്ടാണ് എതിർപ്പുകളുണ്ടായത്? ബ്രിട്ടീഷുകാർക്കെതിരായുള്ള ഗാന്ധിജിയുടെ സമരത്തിന് പലയിടത്തും വേദികളൊരുക്കിയത് ക്രിസ്ത്യാനികളുടെ സ്ഥാപനങ്ങളാണെന്ന് മറക്കരുത്. ഗാന്ധിജി തൃശ്ശൂർ വന്നപ്പോൾ ഗാന്ധിജിക്ക് പ്രസംഗിക്കാൻ സ്ഥലം കൊടുത്തത് സെൻറ്റ് തോമസ് കോളേജാണ്, ആലുവ UC കോളേജാണ്, മഹാരാജാസ് കോളേജ് ഉണ്ടായിരുന്നില്ലേ? ഇല്ല, അവിടെ പ്രവേശനമില്ല. മഹാരാജാവിൻ്റെ കോളേജിൽ പ്രവേശിക്കാൻ പറ്റില്ല ഗാന്ധിജിക്ക്. ക്രിസ്ത്യൻ കോളേജാണ് കോഴിക്കോട് മലബാറിൽ ഇത് തുറന്നു കൊടുത്തത്. അപ്പം അങ്ങനെ ഞങ്ങൾ ബ്രിട്ടീഷുകാരെ ഞങ്ങളെ എതിർക്കുകയാണ് ചെയ്തത്. മറ്റുള്ള പലർക്കും സ്കൂളിന് ഗ്രാൻഡ് കിട്ടിയപ്പോൾ സീറോ മലബാർ സഭയുടെ സ്കൂളുകൾക്ക് ഗ്രാൻഡ് തന്നില്ല എന്ന് കൊച്ചിൻ ആർക്കൈവ്സിലെ പല രേഖകളിലും പറയുന്നുണ്ട്. അതുകൊണ്ട് ഇനിയെങ്കിലും കത്തോലിക്കരുടെ കയ്യിലാണ് കണ്ണായ ഭൂമി എന്ന രീതിയിൽ പറയുന്നതിന് മുൻപ് വഖഫ് ബോർഡിൻ്റെ കയ്യിൽ എത്ര ഏക്കർ ഭൂമി ഉണ്ടെന്നുള്ള കണക്കെടുക്കണം. അത് ആരാണ് നൽകിയതെന്ന കണക്കെടുക്കണം. അത് പാവപ്പെട്ട വിശ്വാസികളുടെയാണോ, അതിവിടെ ഭരിച്ചിരുന്ന മുഗൾ രാജാക്കന്മാരുടെ സമ്പത്താണോ എന്നതിനെ കൂടി ഒരു പഠനം നടത്തിയിട്ട് ഞങ്ങളെ വിമർശിക്കാവൂ എന്ന് ഞാൻ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു.